ആരാധ്യന നീ അങ്ങു പരിശുദ്ധൻ, അങ്ങെന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ സ്വീകരിക്കാനെന്നും അങ്ങ് യോഗ്യനാ. യോഗ്യനാ. ആരാധനയും ആരാധനയും സ്തുതി സ്തുതി ബഹുമാനവും ബഹുമാനവും സ്വീകരിക്കാനെന്നും സ്വീകരിക്കാനെന്നും നീ നീ യോഗ്യനാ. യോഗ്യനാ. പാവനാത്മാവേ ആശ്വാസപ്രദനേ, ആശ്വാസപ്രദനെ ദൂതന്മാരാപ്പകൽ പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനും നീ യോഗ്യനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്ന് കൺമണി പോലെ കാക്കുന്നു നീ. നിൻമഹാകൃപയ്ക്കായി അങ്ങ് ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. നിൻമഹാകൃപയ്ക്കായി അങ്ങ് ഞാൻ സ്തുതിച്ചിടും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻമഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. നിൻമഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോ സ്തുതിച്ചിടട്ടെ.
നന്മ ലഭിച്ചു ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന 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 യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും പുകഴ്ചയും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന വചനം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനും സ്തോത്രം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. കൊളോസ്യ 3:12. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കൊളോസ്യ സഭയിലുള്ള വിശ്വാസികൾ പണ്ട് വിശ്വാസികളാകുന്നതിന് മുമ്പ് പല തിന്മകളും ചെയ്തവരാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ കഴിഞ്ഞവരാണ് എന്ന് കൊളോസ്യ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയും അവസ്ഥ അതുതന്നെയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഒരു പഴയ കാലം നമുക്ക് ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം പുതുജീവൻ പ്രാപിച്ചു, വീണ്ടും ജനനം പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പഴയ മനുഷ്യനെ അവൻ്റെ പാപപ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണമെന്നാണ് അല്പം മുകളിൽ എഴുതിയിരിക്കുന്നത്. 12-ാം വാക്യം, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ വിശ്വാസികൾ. നമ്മളും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും. യേശുവിൻ്റെ രക്തത്താലാണ് ഇവർക്ക് പാപമോചനം കിട്ടി. ഇവർ കൃപയാൽ വിശുദ്ധരായി തീർന്നിരിക്കുന്നത്. അടുത്തത് പ്രിയരുമായി. ഇവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ പ്രിയരുമാണ് ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികൾ. അവർ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ രക്തത്തിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മളും അപ്രകാരം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ പ്രിയന്മാരായ, വൃതന്മാരായ, വിശുദ്ധന്മാരായ ഈ വിശ്വാസികൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെന്താണ്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. 5-ാം വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. പണ്ട് രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് അവരുടെ ശരീരം കൊണ്ട് പല പാപങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ അവസ്ഥ അതുതന്നെ. എന്നാൽ ഇനി ആ പഴയതിലേക്ക് പോകരുത്. 8-ാം വാക്യത്തിൽ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. 12-ാം വാക്യത്തിൽ വിശ്വാസികളോട് ധരിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. പൊട്ടോൺ എന്തൊക്കെയാണ്? ആദ്യം മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. മനസ്സലിവ്, അതിനെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിച്ചു. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് മനസ്സലിവ് കാണിച്ചു. ക്രിസ്തുവിൻ്റെ സ്വഭാവം ജനക്കൂട്ടത്തെ കാണുമ്പോൾ മനസ്സലിയുക. നമ്മെ തേടി വന്നു. ക്രിസ്തുവിൻ്റെ മനസ്സലിവ്, പാപക്ഷമ സമൃദ്ധമായി അനുഭവിച്ച നാം മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കണം. ഫിലിപ്പിയ ലേഖനം 2:1 തൊട്ട്, ആകയാൽ
ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്രിസ്തുവിലുണ്ട്. അനുകമ്പ, സ്വാന്തനം, സ്നേഹം, ആശ്വാസം, ഇതിൻ്റെ എല്ലാം ഉറവിടം ക്രിസ്തു ആണ്. അതെല്ലാം ഈ വിശ്വാസികൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശ്വാസികൾക്കൊരു ഡ്യൂട്ടിയുണ്ട്. അതെന്താണ്? നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന വ്യക്തി മനസ്സലിയുള്ള വ്യക്തിയല്ല. എൻ്റെ കാര്യം ഭദ്രമായിരിക്കണം, എനിക്കൊരു കുഴപ്പവും വരരുത്. മനസ്സലിവുണ്ടെങ്കിൽ നാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കും. അപ്പോൾ നമുക്ക് ചില നഷ്ടം, സമയനഷ്ടം, പണനഷ്ടം ഒക്കെ വരാം. നാം പദ്ധതിയിട്ട പല കാര്യങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവനെ സഹായിക്കേണ്ടി വരും. മനസ്സലിവുണ്ടെങ്കിൽ അത് നാം ചെയ്യും. ജോയ് ബ്രദർ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 തൊട്ട് വായിക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 തൊട്ട്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളെ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവർ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിതറിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിച്ചു. ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ കഴിഞ്ഞോ? ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ദിവ്യ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് മത്തായി 9:35 തൊട്ട്, യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഈ ജനക്കൂട്ടം ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചിതറിയിരിക്കുന്നു. ആ ജനക്കൂട്ടത്തെ ശിക്ഷിക്കാനല്ല യേശുവിന് തോന്നിയത്. പിന്നെ എന്താണ്? ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. യേശു എന്ന ഇടയനെ കണ്ടിട്ടില്ലാത്ത എല്ലാ വ്യക്തികളും ഇന്ന് ഇങ്ങനെ തന്നെയാണ്. യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ക്രിസ്തു അവരോട് മനസ്സലിഞ്ഞു, അവരിലെ രോഗികളെ സൗഖ്യമാക്കി. മർക്കോസ് 6:34. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. മനസ്സലിവുള്ള ക്രിസ്തുവിൻ്റെ ശിഷ്യർക്ക് മനസ്സലിവ് വേണം. നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും വായിക്കുന്നു, കൊളോസ്യ 3:12. അതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും വിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം എന്ന് പറഞ്ഞാൽ മനസ്സലിവ്, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. സോ ആസ് ദോസ് ഹു ഇംഗ്ലീഷിൽ വായിക്കുന്നു, കൊളോസ്യ 3:12. സോ as those who have been chosen of God, holy and beloved, put on a heart of compassion. മനസ്സലിവിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സലിവുള്ള ഒരു ഹൃദയം ധരിക്കുവിൻ. put on a heart of compassion, kindness, humility, gentleness and patience.
എ ഹാർട്ട് ഓഫ് കമ്പാഷൻ. എഫേസ്യർ 4:32. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ക്രിസ്തുവിനെ അറിയാത്തവർ, പാപക്ഷമ ലഭിക്കാത്തവർ, ദൈവത്തിൻ്റെ മനസ്സലിവ് അനുഭവിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു മനുഷ്യരോട് മനസ്സലിവ് കാണിക്കാൻ തോന്നിയെന്ന് വരികയില്ല. പക്ഷെ ദൈവമക്കളായ നമ്മുടെ അവസ്ഥ എന്താണ്? എഫേസ്യർ 4:32. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. എ ഹാർട്ട് ഓഫ് കമ്പാഷൻ ധരിക്കാനാണ് കൊളോസ്യ 3:12 നമ്മോട് പറയുന്നത്. കരുണ കാണിച്ചും ക്ഷമിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. മറ്റുള്ളവരോട് അഗാപ്പെ, ദൈവസ്നേഹം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ മനസ്സലിവ് നമ്മിൽ നിന്ന് പുറപ്പെടുക തന്നെ ചെയ്യും. 1 കൊരിന്ത്യർ 13:4 തൊട്ട് 1 കൊരിന്ത്യർ 13:4 തൊട്ട് സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. കോപിക്കുന്നില്ല. വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നു. സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ബ്രദർ മീഖ 6:8 വായിക്കാം. മീഖ 6:8. മീക 6:8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതാൽപര്യനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖ 6:8. മീഖ 6:8 വാക്യല്ലേ? അതെ. മീഖ 6:8. മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? സദൃശം 21:21 നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. നമ്മുടെ കർത്താവ് മനസ്സലിയുള്ളവനാണ്. കുരുടന്മാർ ദാവീദിന്റെ പുത്രാ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കരുണ കാണിച്ചു, അവർക്ക് സൗഖ്യം കൊടുത്തു. ഇതാ, ഭക്ഷണം പോലുമില്ലാതെ ജനം വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മടങ്ങിപ്പോകുമ്പോൾ ഭക്ഷണമില്ലാത്തതിൻ്റെ കാരണം തളർന്നു വീഴാൻ ഇടയുണ്ട്. കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി. അവരെ അങ്ങനെ വിശപ്പോടെ പറഞ്ഞയച്ചാൽ പറ്റില്ല. ഭക്ഷണം സമൃദ്ധമായി കൊടുത്ത് അയക്കണം. 5 അപ്പം കൊണ്ട് 5000 പേരെ അവിടുന്ന് പോറ്റി. മനസ്സലിവുണ്ടെങ്കിൽ ആവശ്യക്കാരെ നമ്മൾ സഹായിക്കും. നമ്മുടെ കയ്യിൽ പണമുണ്ടായിരിക്കുകയും ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഒന്നും ചെയ്യാതെ പോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സലിവുണ്ട്? 1 യോഹന്നാൻ 3:17 തൊട്ട് 1 യോഹന്നാൻ 3:17 തൊട്ട് ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും, എല്ലാവരും സഹായം അർഹിക്കുന്നവരല്ല. ചിലർ തട്ടിക്കാൻ നടക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ,
വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. മത്തായി 5:42. ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു പറഞ്ഞു, ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അവൻ വാങ്ങിയാൽ തരില്ല, പിന്നെ എന്തിനു കൊടുക്കണം? ചിലർ ചതിക്കാൻ വേണ്ടി വായ്പ വാങ്ങുവാൻ നടക്കുന്ന ആളുകളുണ്ട്. അവരാൽ കബളിപ്പിക്കപ്പെടരുത്. എന്നാൽ സഹായം അർഹിക്കുന്നവരെ സഹായിക്കാതെ പോകരുത്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. 1 പത്രോസ് 3:8 അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും. നമ്മുടെ വിഷയം അനുകമ്പ, കമ്പാഷൻ. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. 1 പത്രോസ് 3:8. ബ്രദർ മത്തായി എഴുതിയ സുവിശേഷം 25:34 വായിക്കും. മത്തായി എഴുതിയ സുവിശേഷം 25:34 മുതൽ. രാജാവ് തന്റെ വലതുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. മത്തായിയുടെ സുവിശേഷം 25:34-36 വരെ. ഇത് അന്ത്യന്യായവിധി. ഇടത്തും വലത്തും 2 വിഭാഗക്കാരെ നിർത്തുകയാണ്. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. മനസ്സലിവ് കാണിച്ച മറ്റുള്ളവരെ സഹായിച്ചവരോട്, വലത്തുഭാഗത്തുള്ളവരോട് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി, ഇന്നോ ഇന്നലെയോ അല്ല, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം, എറ്റേണൽ കിങ്ഡം അവകാശപ്പെടുത്തുവിൻ. ഇവരെന്താണ് ചെയ്തത്? എന്തെന്നാൽ എനിക്ക് വിശന്നു. ഒരു സാധുവായ വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ക്രിസ്തുവിന് തന്നെയാണ് ആ ഭക്ഷണം കൊടുക്കുന്നത്. നമുക്കതറിയാം. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ക്രിസ്തു പറഞ്ഞു, ഈ ചെറിയ ഒരുവന് വേണ്ടി നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ക്രിസ്തുവിന് വേണ്ടി ചെയ്താൽ അത് വെറുതെയാകുമോ? വരുവിൻ. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. മത്തായി 5:7. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ ലോകത്തിൽ ചില മനുഷ്യരെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്: കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യൻ, ഹൃദയം കരിങ്കല്ലാണ്. മനസ്സലിവില്ലാത്ത മനുഷ്യരെ ആ രീതിയിലൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ ദൈവം നമ്മോടും മനസ്സലിവ് കാണിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ, അവർക്ക് കരുണ ലഭിക്കും. റോമ 12:10. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ.
സഖറിയ 7:9. സഖറിയ 7:9. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക, സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. പഴയ നിയമത്തിലും ഈ പ്രമാണമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. സഖറിയ 7:9. സഹോദരന്മാർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. ലൂക്കോസ് 6:27 തൊട്ട് ബ്രദർ വായിക്കാം. ലൂക്കോസ് 6:27 തൊട്ട്. ലൂക്കോസ് 6:27 മുതൽ. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിന്നെ ഒരു ചെകിടത്ത് അടിക്കുന്നവനെ മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവനെ വസ്ത്രവും തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുവിൻ. ലൂക്കോസ് 6:27 തൊട്ട് 31 വരെ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. പഴയ നിയമത്തിലും അനാഥരെ, വിധവമാരെ, പരദേശികളെ അവരോടെല്ലാം മനസ്സലിവ് കാണിച്ച് അവരെ സഹായിക്കണമെന്ന് പ്രമാണമുണ്ട്. ലേവ്യ 19:34. ലേവ്യ 19:34. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെപ്പോലെ കണക്കാക്കണം, നിങ്ങളെപ്പോലെ തന്നെ അവനെയും സ്നേഹിക്കണം. കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നാം ധ്യാനിക്കുന്നത് കൊളോസിയ 3:12. അതിൽ മനസ്സലിവ്, ദയ ഇവ വിശ്വാസികളോട് ധരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊളോസിയ 3:12 തൊട്ട്. അതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും വിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. അതൊരു കൽപ്പനയാണ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. അതുപോലെ കർത്താവ് നമ്മോട് മനസ്സലിവ്, കമ്പാഷൻ കാണിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോടും മനസ്സലിവ് കാണിക്കണം. കൊളോസിയ 3:12. അതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും വിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം അഥവാ മനസ്സലിവ്, ദയ. അടുത്തത് വിനയം, ഹ്യൂമിലിറ്റി. നമ്മുടെ കർത്താവ് ഇപ്രകാരം തന്നെ വിശേഷിപ്പിച്ചിരുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം സ്വീകരിച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രാണന് ആശ്വാസം കണ്ടെത്തും. സൗമ്യതയും മനസ്സലിവും ഇല്ലാതെയും നമുക്ക് ജീവിക്കാം. പക്ഷേ തികച്ചും അസ്വസ്ഥത ഹൃദയത്തിൽ നിറയും. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളായ കരുണ, ദയ, വിനയം, സൗമ്യത ഇത് നമ്മിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസം
സമാധാനം, സന്തോഷമൊക്കെ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷകർക്ക് ഇനി നാം ധ്യാനിക്കുന്നത് ഹ്യൂമിലിറ്റി, ദയ. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു പക്ഷേ വിനയമുണ്ടായിരിക്കും. കാര്യമായി വചനമൊന്നും അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, സാക്ഷ്യം പറയാൻ അറിയില്ല, പല പരിമിതികളും. പിന്നെ കാലം കുറേ കഴിഞ്ഞു, വചനം കേട്ടു, പ്രസംഗിക്കാൻ പഠിച്ചു, നന്നായി പ്രാർത്ഥിക്കാൻ പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നേടിയാൽ ഒരുപക്ഷെ തുടക്കത്തിലുണ്ടായിരുന്ന വിനയവും താഴ്മയുമൊക്കെ നഷ്ടപ്പെട്ട് ഞാനൊക്കെ ആത്മീയമായിട്ട് വല്ലാതെ വളർന്നുപോയി, അങ്ങനെ ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അപ്പസ്തോലനായ പൗലോസ് എന്തെല്ലാം കൃപാവരങ്ങളുണ്ട്, എത്രമാത്രം സഭകൾ സ്ഥാപിച്ചു. പക്ഷേ അദ്ദേഹം ശുശ്രൂഷ ചെയ്തത് താഴ്മയോടെയാണ്, വിനയത്തോടെയാണ്, കണ്ണീരോടുകൂടെയാണ്. ഞാൻ വല്ലാത്തൊരു മഹാനാണ്, എൻ്റെ കേൾവിക്കാരെല്ലാം നിസ്സാരന്മാരാണ്, ആ രീതിയിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ പൗലോസ് അങ്ങനെയല്ല മറ്റുള്ളവരെ വചനം പഠിപ്പിച്ചത്. എഫേസ്യർ 4 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:18 തൊട്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:18 തൊട്ട്, അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പൂർണ്ണ വിനയത്തോട്, ഹ്യൂമിലിറ്റി. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാണ്, എത്രയോ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും. യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടെ ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. ദയ, മനസ്സലിവ്, താഴ്മ, ഇവ ധരിക്കണം. എഫേസ്യർ 4:1 തൊട്ട്, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. പൗലോസിൻ്റെ പല ലേഖനങ്ങളിലും വിശ്വാസികളോട് അവർ ക്ഷമിക്കുന്നവരാകണം, സഹിക്കുന്നവരാകണം, പൊറുക്കുന്നവരാകണം, വിനയമുള്ളവരാകണം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് പല ചർച്ചകളിലും ക്ഷമയെക്കുറിച്ച് കാര്യമായി പ്രസംഗിക്കാറില്ല. വിനയത്തെക്കുറിച്ച്, താഴ്മയെക്കുറിച്ച്, സൗമ്യതയെക്കുറിച്ച് കാര്യമായി പഠിപ്പിക്കാറേയില്ല. സൗമ്യതയെക്കുറിച്ച് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രസംഗം നിങ്ങൾ പോകുന്ന ചർച്ചിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ എത്ര കാലമായി? ഇതെല്ലാം ആവർത്തിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. മറിച്ച് വിശ്വാസികളെ പ്രത്യേക രീതിയിൽ ക്രിസ്തുവിൽ നിന്ന്, അവിടുത്തെ വചനത്തിൽ നിന്നും അകറ്റുന്ന ചില പ്രോസ്പെരിറ്റി സന്ദേശങ്ങളും വ്യാജ പ്രവചനങ്ങളും കൊണ്ട് അവരെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായിരുന്ന പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. എഫേസ്യർ 4:2 പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ദൈവസഭയിൽ ശണ്ഠയില്ല, കലഹമില്ല, ഭിന്നതയില്ല, അധികാര വടംവലിയില്ല, രാഷ്ട്രീയ കളിയില്ല. പിന്നെ ആ സഹോദരങ്ങൾക്കിടയിൽ എന്താണ് ഉള്ളത്? പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ബ്രദർ തീത്തോസ് 2:3 വായിക്കാം. തീത്തോസ് 2:3 പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യാൻ അവരെ ഉപദേശിക്കുക.
അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. 1 പത്രോസ് 5:5. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. കൊളോസ്യർ 3:12 നാം ധ്യാനിക്കുന്നത്. അതിൽ ഹ്യൂമിലിറ്റി, വിനയം, അതാണ് ധ്യാനിക്കുന്നത്. ആ വിനയത്തിൻ്റെ ചില ക്രോസ് റെഫറൻസ് വാക്യങ്ങളാണ് വായിക്കുന്നത്. 1 പത്രോസ് 5:5. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകും. സദൃശവാക്യങ്ങൾ 11:2. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കൽ ജ്ഞാനമുണ്ട്. താഴ്മയുള്ളവരുടെ പക്കൽ ജ്ഞാനമുണ്ട്. ജോയ് ബ്രദർ, ഇനി ഒരു പ്രസിദ്ധമായ വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 7:14. 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. അത്യുന്നതനായ ദൈവത്തോട് വിനയത്തോടെ പ്രാർത്ഥിക്കണം. കൽപ്പിക്കരുത്, ഇപ്പോൾ നടക്കട്ടെ, പ്രവർത്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് കൽപ്പന കൊടുക്കുന്ന പ്രാർത്ഥനകൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അങ്ങനെയല്ല. പിന്നെയോ 2 ദിനവൃത്താന്തം 7:14. എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും. എങ്ങനെ പ്രാർത്ഥിക്കണം? തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ നിഗളിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ നിഗളിക്കരുത്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തോടാണ് ദൈവമക്കളായ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ലൂക്കോസ് 14:11. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴുമൊക്കെ ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, ആ ബോധമുണ്ടായിരിക്കണം. നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? സദൃശവാക്യങ്ങൾ 3:34. സദൃശം 3:34. പരിഹാസികളെ അവിടുന്ന് പരിഹസിക്കുന്നു, എളിയവർക്കോ അവിടുന്ന് കൃപ നൽകുന്നു. ദൈവത്തിൻ്റെ വഴി ദൈവം നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് വിനയം വേണം. 25-ാം സങ്കീർത്തനം 9-ാം വാക്യം. സൗമ്യതയുള്ളവരെ, വിനയമുള്ളവരെ അവൻ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇസ്രായേൽ ജനം വേണ്ടുവോളം അനുഭവിച്ചു. പക്ഷേ അവർക്ക് സൗമ്യതയില്ല, പിറുപിറുപ്പുകാരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴി അവർക്ക് മനസ്സിലായില്ല. എന്നാൽ മോശയ്ക്ക് ദൈവം തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കൾക്കോ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വഴി ദൈവം പഠിപ്പിച്ചു കൊടുത്തു? സംഖ്യ 12:3 മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച്
അതിസൗമ്യനായിരുന്നു. വിനയമുള്ള സൗമ്യനായ മോശയ്ക്ക് ദൈവം തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുത്തു. ഇന്നും അഹങ്കാരികളെ ദൈവം പഠിപ്പിക്കുന്നില്ല. 25 സങ്കീർത്തനം 9 വാക്യം, വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. താഴ്മയുള്ളവർ, സൗമ്യതയുള്ളവരെ അവൻ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. നമ്മൾ ആരാധിക്കുന്ന, അനുഗമിക്കുന്ന കർത്താവായ യേശുവിൻ്റെ സ്വഭാവം എന്താണ്? യേശു എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. യേശു താഴ്മയുള്ളവനാണ്, വിനീത ഹൃദയനാണ്, ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയവനാണ്, വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയവനാണ്, ഏറ്റവും നിന്ദ്യമായ ക്രൂശിൽ കയറിയവനാണ്. ദൈവത്തിൻ്റെ പുത്രനാണെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്താതെ വേഷത്തിൽ മനുഷ്യനായി ദാസന്റെ രൂപം ധരിച്ചു. ക്രൂശ് മരണത്തോളം അനുസരണമുള്ളവനായി ആ ക്രിസ്തു പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. നമ്മൾ വിനയമില്ലാത്തവരും നിഗളികളുമാണെങ്കിൽ ക്രിസ്തു നമ്മെ എങ്ങനെ പഠിപ്പിക്കും? ക്രിസ്തു എന്ന ഗുരു താഴ്മയും സൗമ്യതയും ഉള്ളവനാണ്. തൻ്റെ ശിഷ്യന്മാർക്കും ഈ താഴ്മയും സൗമ്യതയും ഉണ്ടായിരിക്കണം. ഫിലിപ്പിയ 4:6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. റോമാലേഖനം 12:3, റോമ 12:10, നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. നമുക്ക് നിഗളമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും തോന്നില്ല. എനിക്കെന്താ കുറവ്, അവനേക്കാൾ ഇന്ന യോഗ്യത എനിക്കുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് അവനെ മാനിക്കാൻ പോകുന്നത്? നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. നമുക്ക് താഴ്മ ഉണ്ട്. നമുക്കെങ്ങനെ ഒരുപാട് ടൈറ്റിലുകളൊക്കെ നമ്മുടെ പേരിനോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കും? ക്രിസ്തു പറയുകയാണ് മത്തായി 23:10 തൊട്ട്, നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്, എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇന്ന് ചില ക്രിസ്തീയ സഭാ ശുശ്രൂഷകന്മാരുടെ പേരിന് മുമ്പ് ചേർക്കുന്ന ചില വിശേഷണങ്ങൾ ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട പല വിശേഷണങ്ങളുമാണ്. ചില സഭാ നേതാക്കന്മാർ പരിശുദ്ധ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്, അത്യുന്നതനായ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതിനോട് തുല്യമായ ഒത്തിരി വിശേഷണങ്ങൾ. ആർക്കാണ് നിഗളമുണ്ടായത്? അത് ലൂസിഫറിനാണ്. തൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ വെക്കണമെന്ന് അവൻ നിഗളിച്ചു, വെട്ടേറ്റ് താഴെ വീണു. പിശാചിൻ്റെ സ്വഭാവം നിഗളമാണ് എങ്കിൽ ക്രിസ്തുവിൽ നിഗളം അല്പം പോലുമില്ല. ക്രിസ്തു പറയുന്നത്, ഞാൻ താഴ്മയുള്ളവനാണ്, ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനാണ്, വിനീത ഹൃദയനാണ്, ഹൃദയത്തിൽ താഴ്മയുള്ളവനാണ്. താഴ്മയുണ്ടെന്ന് അഭിനയിക്കുകയല്ല, വിനീത ഹൃദയനാണ്. അതുകൊണ്ട് നിഗളം വരുമ്പോൾ ഓർക്കുക, അത് പിശാചിൻ്റെ സന്തതിയാണ്. നിഗളിയായി ഒരുവൻ പോ പിശാചേ എന്ന് പറഞ്ഞാൽ പിശാച് പോകില്ല. കാരണം പിശാച് പറയും, എൻ്റെ അതേ സ്വഭാവം തന്നെ നിഗളം തന്നെ നിൻ്റെ കയ്യിലിരിക്കെ, നമ്മൾ ഫ്രണ്ട്സാണ്, പിന്നെ നീ എന്നെ ആട്ടിയാലൊന്നും ഞാൻ പോകില്ല.
നമ്മുടെ കർത്താവായ യേശുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നിട്ട് അല്പസമയം കൂടി വചനത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അല്പസമയം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, യേശു കർത്താവേ, നന്ദി ദൈവമേ, നന്ദി പിതാവേ, നന്ദി ദൈവമേ, അങ്ങ് കാണിച്ച മാതൃകയ്ക്കായിട്ട് നന്ദി ദൈവമേ, സ്തോത്രം. നന്ദി ദൈവമേ, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. വെയിലും മഴയും നൽകുന്ന ദൈവമേ, നല്ലവനാണ്, വല്ലഭനാണ്. അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ മഹാദേവി മനസ്സലിവാണ്. നന്ദി കർത്താവേ, അങ്ങയുടെ മനസ്സലിവുകൊണ്ടാണ് കർത്താവേ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നന്ദി കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് ക്ഷമിച്ചവർ പ്രസാദമോ ജീവാന്ത്യത്തോളമോ ഞങ്ങളുടെ വിലാപത്തെ നിർത്തമാക്കി ഞങ്ങളെ സന്തോഷം ചെയ്ത ഉപകാരങ്ങൾക്കായി എല്ലാ നന്മകൾക്കായി സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, ഒന്നുമില്ലായ്മയിൽ പുത്രനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളെ ശിക്ഷിക്കുന്നതിനായിട്ട് ഞങ്ങൾ നഗളം വരുമ്പോൾ ഞങ്ങളെ ശിക്ഷിച്ച് ഞങ്ങളെ താഴ്ത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം. ഉമ്മമാർ പിൻപന്മാരാകുന്നു, പിൻപന്മാർ മുൻപന്മാരാകുന്നു. സ്തോത്രം. ജകളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോട് താഴ്വാൻ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ എന്നെ കഴിഞ്ഞ് ശ്രേഷ്ഠനായിട്ട് എണ്ണുവാൻ പറഞ്ഞ ദൈവമേ താഴ്മയുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ താഴ്മയുള്ളവരുടെ സ്തോത്രം. പുറത്ത് കൃപ നൽകുന്ന സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഈ തകർന്ന ലോകത്തിന്റെ ദുഷ്ടത നിറഞ്ഞല്ലോ, അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. സർവ്വസത്യങ്ങളിലും വഴി നടത്തുന്നു ഓർത്തെങ്കിൽ സ്തുതിക്കുന്നു. ഞങ്ങളെ കൺമണി പോലെ കാത്തു സൂക്ഷിക്കുന്നു ഓർത്തെങ്കിൽ സ്തുതിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നത് ഓർത്തെങ്കിൽ എല്ലാ ഉപകാരങ്ങൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. തകർന്നു പോകാതെ നിർത്തിയത് ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഒന്ന് താങ്ങിയത് ഓർത്തെങ്കിൽ സ്തുതിക്കുന്നു. നന്ദി പിതാവേ, നന്ദി ദൈവമേ ചെയ്ത അങ്ങയുടെ ദൈവക്ഷമനായിട്ട് മനസ്സലിവിനായിട്ട് ഹല്ലേലൂയ സ്തോത്രം. അങ്ങ് തന്നതോ ഞങ്ങൾക്കൊന്നുമല്ല ദൈവമേ, അങ്ങ് തന്നതല്ലേ ഉള്ളൂ. ലഭിച്ചതല്ലാതെ ഒന്നുമില്ലല്ലോ. എല്ലാ നന്മകളും
ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തു. സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നടത്തുന്ന പ്രവൃത്തി ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് ദൈവമേ സ്തോത്രം. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ ക്രിസ്തുവിന് ഞങ്ങൾ പരിപൂർണരായിരിക്കുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദി ദൈവമേ. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് വാത്സല്യത്തോടെ ഓരോ ദിവസവും നടത്തുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഭാരമില്ലാതെ ആശങ്കയില്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടും തൃപ്തിയോടും കൂടി നടത്തുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ നന്ദി. കർത്താവേ നന്ദി. നന്ദി കർത്താവേ. ക്രോധപാത്രമായിരുന്നു ഞങ്ങളോട് കരുണ കാണിച്ച ഞങ്ങളുടെ മക്കളും അവകാശികളുമാക്കി സ്വഭാവം നന്നായി പഠിച്ചടിയാർ വൻപ്രാതികൂലമധ്യേ മുന്നോട്ടു വൻപ്രാതികൂലമധ്യേ മുന്നോട്ടു യാത്ര ചെയ്യുവാൻ തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ വൻപ്രാതികൂലമധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ വൻപ്രാതികൂലമധ്യേ മുന്നോട്ടു യാത്ര ചെയ്യുവാൻ തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. തുംഗപ്രതാപം യേശുനായകനെ ഞങ്ങൾക്കു രക്ഷ തന്ന കാരുണ്യവാരിധി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 തൊട്ട്. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. ആരാണ് എഫേസ്യ സഭയിലെ വിശ്വാസികളെ വിളിച്ചത്? കർത്താവായ യേശുവാണ്. കർത്താവായ യേശുവിൻ്റെ സ്വഭാവം എന്താണ്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ആ കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ ദിവ്യഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടണം. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വിശ്വാസികളുടെ ഉള്ളിലുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? താഴ്മ, സൗമ്യത, വിനയശീലം. ഈ ഗുണങ്ങളില്ലാതെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരം വിശ്വാസികൾ ഒരിക്കലും കർത്താവിന് മഹത്വം കരയേറ്റുന്നവരല്ല. ദൈവനാമത്തെ മറ്റുള്ളവർ ദുഷിക്കുവാനിടയാകും. സൗമ്യതയില്ലാതെ, താഴ്മയില്ലാതെ, ആക്രോശവും പൈശാചിക സ്വഭാവവും നിഗളവുമാണ് നമ്മിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ, അതേസമയം നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ അവകാശപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് എങ്ങനെ മഹത്വം കിട്ടും? ഫിലിപ്പിയ ലേഖനം 4-1 തൊട്ട്. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ, അതായത് പൗലോസ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ദൈവാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സൗമ്യത, അതുപോലെ വിനയം. നമ്മളിത് മാനുഷികമായി വളർത്താൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ പറ്റും. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയമായി വളർത്തിയെടുത്ത സൗമ്യതയും താഴ്മയും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ട് നമ്മൾ പൊട്ടിത്തെറിക്കും. പലരും പറയാറുണ്ട്, ഞാൻ എത്രയോ ക്ഷമിച്ചു, ഭൂമിയോളം സഹിച്ചു, കുനിഞ്ഞു, വലിയ താഴ്മ കാണിച്ചു, പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ പൊട്ടിത്തെറിച്ചു. അപ്പോൾ അതുവരെ പിടിച്ചു നിന്നു,
ഒരു ഘട്ടം വന്നപ്പോൾ പൊട്ടിത്തെറിച്ചു. ഇതാണ് ദൈവാത്മാവിൽ ആശ്രയിക്കാതെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്ന ഫലം. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത. ആത്മാവിൻ്റെ 9 ഫലങ്ങൾ. ഇന്ദ്രിയ ജയം. ജോയ് ബ്രദർ ഫിലിപ്പിയ 4:4 തൊട്ട് 6 വരെ വായിക്കാം. ഫിലിപ്പിയ ഫിലിപ്പിയർ 4:4. 4 തൊട്ട് 6 വരെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഫിലിപ്പിയ ലേഖനം 4:4 തൊട്ട്. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ ക്ഷമാശീലം, നിങ്ങളുടെ സൗമ്യത, നിങ്ങളുടെ വിനയം 2-3 പേർ അറിഞ്ഞാൽ പോരാ. സകല മനുഷ്യരും, വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും, ബസ്സിൽ കയറിയാൽ, ഹോട്ടലിൽ കയറിയാൽ, ചർച്ചിൽ വന്നാൽ എല്ലാവരും പറയണം, ആ സഹോദരൻ, ആ സഹോദരി എത്ര വിനയമുള്ളവനാണ്, എത്ര സൗമ്യനാണ്, ശാന്തശീലനാണ്. 1-2 പേരല്ല. സ്വന്തം ഭാര്യയ്ക്ക് പോലും എൻ്റെ ഭർത്താവ് സൗമ്യനാണെന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഭർത്താവായ വിശ്വാസിക്ക് എങ്ങനെയാണ് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ സൗമ്യത കാണിക്കുവാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ക്ഷമാശീലം അഥവാ സൗമ്യത എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഭരണകർത്താക്കൾ, ട്രാഫിക് നിയമങ്ങൾ, ഭരണഘടന വിധേയപ്പെട്ടിരിക്കണം. വിനയമുണ്ടായിരിക്കണം. കർത്താവിന് വിരോധമായ, വചനത്തിന് വിരുദ്ധമായ നിയമങ്ങൾ പാലിക്കാനല്ല. പൊതുവെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ രാജ്യത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ജനം പാലിക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി ആ രാജ്യം തന്നെ നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അങ്ങനെ പല മേലുദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളുമുണ്ട്. അവരും ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അപ്പോൾ അധികാരികൾക്കും അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടിരിക്കണം. അതിന് വിനയം വേണം. അവരെ വെല്ലുവിളിക്കരുത്. തീത്തോസ് 3-1 തൊട്ട്. ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും. എത്രയോ ഭാഗത്താണ് സൗമ്യത, വിനയം, ഇതിനെക്കുറിച്ച് പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണം. ക്രിസ്തു എന്താണ് തന്നെ വിശേഷിപ്പിച്ചത്? മത്തായി 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. യേശു ക്രിസ്തു നമ്മോട് എങ്ങനെയാണ് ഇടപെടുന്നത് ഇപ്പോൾ? നമ്മുടെ സ്വഭാവം നോക്കിയാൽ പലപ്പോഴും ദുശാഠ്യവും അനുസരണക്കേടും പറഞ്ഞതനുസരിക്കാത്ത സ്വഭാവം ഒക്കെ ഉണ്ട്. എന്നിട്ടും എത്ര ശാന്തമായി, ക്ഷമയോടെ, ദീർഘക്ഷമയോടെ നമ്മെ നടത്തുന്നു. നമ്മെ വഹിച്ചു കൊണ്ടുപോകുവാൻ എത്ര ക്ഷമയും കരുണയും ഒക്കെ ആവശ്യമാണ്.
ഏശയ്യ 40:11, ഏശയ്യ 40:11. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ചെറിയ ആട്ടിൻകുട്ടികൾ വേഗം ക്ഷീണിക്കും. അപ്പോൾ ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച്, അവർക്ക് വാത്സല്യവും ആവശ്യമാണ്. അവർ ക്ഷീണിക്കാതിരിക്കുവാൻ അവരെ എടുത്തു നടക്കണം. നമ്മളും ക്ഷീണിക്കുമ്പോൾ, നടക്കാൻ പറ്റാതെ കുഴയുമ്പോൾ എടുത്ത് കൊണ്ട് നടക്കുന്നവനാണ് കർത്താവ്. ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യരിൽ നിന്ന് സ്നേഹശൂന്യമായ വാക്കുകളും പെരുമാറ്റങ്ങളും ഉണ്ടായി നമ്മുടെ മനസ്സിന് അഥവാ മുറിവേറ്റാൽ ഉടനെ തന്നെ കർത്താവ് മാറോട് ചേർത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്. എത്ര ശാന്തമായിട്ടാണ്, സൗമ്യമായിട്ടാണ് കർത്താവ് നമ്മോട് ഇടപെടുന്നത്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. നാം അവിടുത്തെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളാണ്. ക്രിസ്തു നല്ല ഇടയനാണ്. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. തള്ളയാടുകൾക്ക് ബലമില്ല, അതിവേഗത്തിൽ ഓടാൻ പറ്റില്ല. അതുകൊണ്ട് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. തള്ളയാടുകളെ അടിച്ച് ഓട് ഓട് എന്ന് പറയുന്നില്ല. തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. നമ്മുടെ ബലഹീനത മനസ്സിലാക്കി, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി, പരിമിതികൾ മനസ്സിലാക്കി ആ രീതിയിൽ വാത്സല്യത്തോടെ ഇടപെടുന്ന കർത്താവ് ജനക്കൂട്ടത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അവരിലെ രോഗികളെ സൗഖ്യമാക്കിയ കർത്താവ്, ജനം വിശന്നപ്പോൾ അവർക്ക് സമൃദ്ധമായി ഭക്ഷണം അത്ഭുതകരമായി നൽകിയ കർത്താവ്, സ്വന്തം ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച കർത്താവ്, ഈ കർത്താവിൻ്റെ മനസ്സലിവും ദയയും വിനയവും നമ്മൾ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മിൽ നിന്നും ഇതേ ഗുണങ്ങൾ തന്നെ പുറപ്പെടണം. നമുക്കെല്ലാവർക്കും കൊളോസ്യ ലേഖനം 3:12-13 ഒരു തവണ വായിച്ച് ഇന്നത്തെ വചനപ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും സത്യവേദ പുസ്തകത്തിൽ നിന്ന് കൊളോസ്യ ലേഖനം 3:12-13 വായിക്കാം. കൊളോസ്യ 3:12 തൊട്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. ഇത്രത്തോളം വചനം ധ്യാനിക്കുവാൻ, വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയ് ബ്രദർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ, സ്തോത്രം, ഞങ്ങൾക്ക് സ്തോത്രം. എത്രത്തോളം വചനത്തിൽ നിന്ന് ആഴമായ സത്യങ്ങൾ കേൾക്കുവാൻ സഹായിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ സൗമ്യതയും താഴ്മയും ഉള്ളവരായി കർത്താവെ അങ്ങ് ജീവിക്കാൻ സഹായിക്കട്ടെ. കർത്താവെ, വളരെ പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവെ ഞങ്ങളിൽ ആ താഴ്മ ഉണ്ടാകുവാനും വിനയം ഉണ്ടാകുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ വളരെ മോശമായ ചേറ്റിലായിരുന്ന ഞങ്ങളെ വിളിച്ച് അങ്ങ് വേർതിരിച്ചു വിശുദ്ധരാക്കി. കർത്താവെ, അവിശുദ്ധരായ ഞങ്ങള് അശുദ്ധരായുടെ ഇടയിൽ വിശുദ്ധരായി ജീവിക്കാനായിട്ടുള്ള കൃപയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കർത്താവെ, സഹായിക്കണമേ. കർത്താവെ, തോമസ് ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. എത്രത്തോളം ഞങ്ങൾക്ക് വചനങ്ങൾ പൊഴിച്ചു തന്ന ആ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ബ്രദറുടെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നന്ദി. കർത്താവെ, സ്തുതിക്കുന്നു. പ്രാർത്ഥനയായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, നമ്മെല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശാന്തമായ ഉറക്കം കർത്താവ് തരട്ടെ.
രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും ഇടയ്ക്ക് ദൈവം അവസരം തരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. യേശുവിന് സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. ഓക്കെ, ദൈവത്തിന് സ്തോത്രം.